നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സ്വയം സഹായ സംഘങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുള്ള പുതുസംരംഭമായ സുശക്തി മിഷൻ ഉദ്ഘാടനം മാർച്ച് 9 നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. മുള്ളൻ പന്നിയെ കെണിവെച്ച് പിടികൂടി ഇറച്ചിയാക്കിയ സംഭവത്തിൽ മരോട്ടിച്ചാൽ സ്വദേശിയെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പാക്കിയ യോഗ പരിശീലന പദ്ധതി സമാപിച്ചു. ആമ്പല്ലൂർ ദേശീയപാതയോരത്തെ ആക്രിക്കടയിൽ മോഷണം. വിശദമായ വാർത്തകളിലേക്ക്. സ്വയം സഹായ സംഘങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുള്ള സംസ്ഥാന ചരിത്രത്തിലെ പുതുസംരംഭമായ സുശക്തി മിഷൻ ഉദ്ഘാടനം മാർച്ച് 9 നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമിടുന്ന ചരിത്ര സംരംഭമായാണ് കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ബിന്ദു അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഭിന്നശേഷി മേഖലയിലെ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. സ്വാശ്രയ കൂട്ടായ്മകളായാണ് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി സുശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് പ്രാരംഭ നിർവഹണ ചുമതല വഹിക്കുന്നത്. ശാരീരിക, മാനസിക, ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹത്തിൽ സമഗ്രമായി ഉൾച്ചേർത്ത് അവരെ സാമൂഹികവും സാമ്പത്തികവും മാനസികവും കായികവും സാംസ്കാരികവുമായ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നതാണ് സുശക്തി വിഭാവനം ചെയ്യുന്നത്. ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളും വ്യക്തികളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ബ്രാൻഡ് ചെയ്ത് അവയുടെ വിപണന സാധ്യതകൾ മെച്ചപ്പെടുത്തുക സുശക്തിയുടെ മുഖ്യ ലക്ഷ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇതര ഏജൻസികൾ എന്നിവയുടെ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും തൊഴിൽ പുനരധിവാസ പദ്ധതികളും ഏറ്റെടുത്ത സുശക്തി അംഗങ്ങൾക്ക് സ്ഥിരമായ ഉപജീവന സൗകര്യം ലഭ്യമാക്കും. കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് സുശക്തി പ്രവർത്തിക്കുക. ശാരീരികമോ മാനസികമോ ബൗദ്ധികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ വ്യക്തികളെയും സുശക്തി അംഗത്വത്തിന് അർഹതയുള്ള അവരുടെ രക്ഷാകർത്താക്കളെയും ഉൾപ്പെടുത്തിയാണ് സുശക്തി സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുക. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് കുടുംബശ്രീ മാതൃകയിൽ അവരുടെ സ്വാശ്രയ സംഘങ്ങളുടെ നെറ്റ്വർക്ക് സംസ്ഥാനത്ത് നിലവിൽ വരികയാണ്. സ്വയം സഹായ സംഘങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ മിഷൻ സ്ഥാപിക്കപ്പെടുന്നത്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പുതിയ ഒരു സംരംഭം എന്ന നിലയിലാണ് സുശക്തി മിഷൻ ആരംഭിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 2026 മാർച്ച് 9 ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമിടുന്ന ഒരു ചരിത്ര സംരംഭമായാണ് കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ ശ്രീ വി ശിവൻകുട്ടി, ശ്രീ GR അനിൽ എന്നിവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഭിന്നശേഷി മേഖലയിലെ സംഘടനാ പ്രതിനിധികളും അതിൽ പങ്കെടുക്കും. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് ഇതിൻ്റെ പ്രാരംഭഘട്ട നിർവഹണ ചുമതല വഹിക്കുന്നത്. ബൈലോ തയ്യാറാക്കുന്നതിനും പ്രാരംഭ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമെല്ലാം മുൻകൈയെടുത്തത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ്. സ്വാശ്രയ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെയും
അവരുടെ കുടുംബാംഗങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി സുശക്തി സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പാക്കിയ യോഗ പരിശീലന പദ്ധതി സമാപിച്ചു. സമാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ TS അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിനയൻ തോട്ടാപ്പിള്ളി, മിനി ദാസൻ, അംഗം CM ബബീഷ്, സെക്രട്ടറി ബിന്ദുജി നായർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CU ഷീജ എന്നിവർ സംസാരിച്ചു. അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പല ഗ്രാമപഞ്ചായത്തുകളിലും മാർച്ച് 30 മുൻപ് പദ്ധതി പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിന് കുറേ ദിവസം മുൻപ് തന്നെ ഇവിടെ ഈ പദ്ധതി പൂർത്തീകരിക്കുകയാണ്. അതിൽ നിർവഹണ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ഡോക്ടർ ഷീജ. മുള്ളൻ പന്നിയെ കെണിവെച്ച് പിടികൂടി ഇറച്ചിയാക്കിയ സംഭവത്തിൽ മറോട്ടിച്ചാൽ സ്വദേശിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ AC പ്രജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മറോട്ടിച്ചാൽ വടക്കാഞ്ചേരി വീട്ടിൽ അനീഷ് പിടിയിലായത്. സംഭവത്തിൽ ഒരാൾ കൂടി ഉൾപ്പെട്ടതായി വനംവകുപ്പ് സ്ഥിരീകരിച്ചു. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മരോട്ടിച്ചാൽ കല്ലൻനിരപ്പ് ഭാഗത്തായിരുന്നു പരിശോധന. പറപ്പിള്ളിത്തറയിൽ സോമൻ എന്നയാളുടെ വീട്ടിൽ നിന്നുമാണ് ഏകദേശം 4 കിലോയോളം മുള്ളൻ പന്നിയുടെ ഇറച്ചി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. മുള്ളൻ പന്നിയെ കൊന്ന് കഷ്ണങ്ങളാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു. ഈ സമയം സോമൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുള്ളൻ പന്നിയെ പിടികൂടിയതിലും ഇറച്ചിയാക്കിയതിലും അനീഷിനുള്ള പങ്ക് വ്യക്തമായത്. സോമനും അനീഷും ചേർന്നാണ് വേട്ട നടത്തിയതെന്ന് വനം വകുപ്പ് കണ്ടെത്തി. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. മാന്നാമംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാൻ, സജീവ് കുമാർ, രാജേഷ്, രാജകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസിൽ 2ാം പ്രതിയായ സോമനായുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദേശീയപാതയോരത്തെ ആക്രിക്കടയിൽ മോഷണം. 15 കിലോ പിച്ചള മോഷണം പോയി. മധുരിമ സ്റ്റീൽസ് എന്ന ആക്രിക്കടയിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത്. ഗ്രില്ല് വാതിലിന്റെ താഴുകൾ തകർത്താണ് അകത്ത് സൂക്ഷിച്ച പിച്ചള മോഷ്ടിച്ചത്. നിരീക്ഷണ ക്യാമറയുടെ DVR-ഉം മോഷ്ടാക്കൾ കവർന്നു. ഓഫീസ് വാതിൽ തകർത്ത് മേശയ്ക്കുള്ളിലെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലാണ്. രാവിലെ സ്ഥാപനത്തിലെത്തിയ തൊഴിലാളികളാണ് മോഷണ വിവരം അറിഞ്ഞത്. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. 3 വർഷം മുൻപും ഇവിടെ മോഷണം നടന്നിരുന്നു. ചെങ്ങാലൂർ മാട്ടുമലയിൽ വീട് നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായ മണ്ണെടുപ്പ് നടക്കുന്നതായി പരാതി. അധികൃതരുടെ അനുമതി ദുരുപയോഗം ചെയ്ത് മലഞ്ചെരുവിൽ വൻ ഇടുക്കുകൾ രൂപപ്പെടുത്തിയത് പ്രദേശത്തെ വീടുകളെയും കൃഷിയിടങ്ങളെയും അപകടത്തിലാക്കിയിരിക്കുകയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ പറഞ്ഞു. വീടിന് തറയെടുക്കാൻ പഞ്ചായത്ത് എഞ്ചിനീയർ നൽകിയ അനുമതിയുടെ മറവിലാണ് 7 അടിയോളം ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്തത്. 32 ഡിഗ്രി ചെരിവുള്ള ഈ പ്രദേശത്ത് വൻതോതിൽ മണ്ണ് നീക്കം ചെയ്തതോടെ മലഞ്ചെരുവിൽ ഭീഷണി ഉയർത്തുന്ന വലിയ ഇടുക്കുകൾ രൂപപ്പെട്ടു. മണ്ണെടുപ്പ് നടന്ന സ്ഥലത്തിന് തൊട്ടുമുകളിൽ കഴിഞ്ഞ മാസം പണി പൂർത്തീകരിച്ച വീട് ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. തങ്ങളുടെ പുരയിടം ഇടിഞ്ഞുപോകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുടമസ്ഥർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 2018 പ്രളയകാലത്ത് മലയിടിച്ചിൽ റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണിത്. മഴവെള്ളം വൻതോതിൽ സംഭരിക്കുന്ന ചുവന്ന മണ്ണ് റബ്ബർ തോട്ടങ്ങളിൽ തടമെടുക്കുന്നത് പോലും അപകടകരമെന്ന് പഠന റിപ്പോർട്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ പഠനത്തിൽ അതീവ പരിസ്ഥിതി ലോല മേഖലയായി കണ്ടെത്തിയ ഇടം ഇവയെല്ലാം മാട്ടുമലയിലെ ഭീഷണിയാണ്. ഈ സാഹചര്യത്തിലും വൻതോതിൽ മണ്ണ് കടത്തുന്നത് അതിവർഷത്തിൽ ഉരുൾപൊട്ടലിനും വ്യാപക മലയിടിച്ചിലിനും കാരണമാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്തെ വീടുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ പരിസരം വിഷയസമിതി ആവശ്യപ്പെട്ടു. വികസനത്തിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം മണ്ണുമാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ റവന്യൂ പഞ്ചായത്ത് അധികൃതർ മൗനം പാലിക്കുകയാണെന്നും ആരോപണമുയരുന്നുണ്ട്. തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണം ലഭിക്കുന്നവർക്കായി രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് പരിചരണത്തിലുള്ള രോഗികൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം സ്നേഹോപഹാരങ്ങൾ കൈമാറി. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപേടിക, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. രോഗികളുടെയും ബന്ധുക്കളുടെയും മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇങ്ങനെ ഒരു
അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു 2000-ന് ശേഷമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന ഒരു സങ്കല്പം വരികയും ഗ്രാമപഞ്ചായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അതല്ലെങ്കിൽ രോഗികളായ ആളുകളെ കണ്ടെത്തുകയും അവരുടെ വീടുകളിൽ ചെന്ന് അവരെ പരിചരിക്കുകയും അവർക്ക് സ്നേഹം നൽകുകയും അംഗീകരിക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവരെ നോക്കുന്ന അങ്ങനെ ഒരുപാട് രോഗികൾ വേറെ നമ്മുടെ പഞ്ചായത്തിൽ പാലിയേറ്റീവിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 200 രോഗികൾ. അപ്പൊ ഇവരെയെല്ലാം നമ്മൾ വിളിച്ചു ചേർത്ത് ഇന്നിവിടെ എല്ലാവരും കാണാനൊരു അവസരമാണ്. നമ്മുടെ പാലിയേറ്റീവിനെ സിസ്റ്റർ റെനി എല്ലാ വീടുകളിലേക്കും ഒരു പുഞ്ചിരിച്ച മുഖത്തോടെ വന്ന് സ്നേഹാന്വേഷണം നടത്തിപ്പോരും അല്ലേ. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ വളണ്ടിയേഴ്സ് ഉണ്ടാവും, ആശാവർക്കർമാരുണ്ടാവും. ആളുടെ പരിപാടികളിൽ നിന്നിട്ടും ആള് വളരെയധികം ആസ്വദിക്കുന്നുണ്ട് ഈ പരിപാടി മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ചാർജ് ഡോക്ടറായിട്ട് നമ്മുടെ അൽനാടെത്തിക്കുന്നത് ഇന്ന് പാലിയേറ്റീവാണ് നടന്നിട്ട് പോയത്. പുത്തൂര് പല അർജന്റായിട്ടുള്ള പല ജോലികളും മാറ്റി വെച്ചുകൊണ്ട് കാരണം പറഞ്ഞു ഞാൻ എൻ്റെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ മെഡിക്കൽ ഓഫീസർ മേഡം അതുപോലെ നായി മേഡം മെഡിക്കൽ ഓഫീസർമാർ എല്ലാവരും ഹൃദയത്തിൻ്റെ നാല് വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെ പാരാ ബോഡി ബിൽഡിംഗിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ജെറിൽ ഏതൊരാൾക്കും പ്രചോദനമാണ്. ശാരീരികമായ വെല്ലുവിളികളെ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമായി കാണാതെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ പരിമിതികളെ തോൽപ്പിച്ച് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് തൃക്കൂർ പച്ചളിപ്പുറം സ്വദേശി ജെറിൽ പി ജോർജ്. തൃക്കൂർ പഞ്ചായത്ത് 13-ാം വാർഡ് പച്ചളിപ്പുറം സ്വദേശി ജെറിൽ പി ജോർജാണ് നാടിന് അഭിമാനമായി മാറിയത്. വെറും 4 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ പാരാ ബോഡി ബിൽഡിംഗിൽ ജെറിലിന്റെ നേട്ടങ്ങൾ ആരെയും വിസ്മയിപ്പിക്കും. മിസ്റ്റർ കേരള ഗോൾഡ് മെഡൽ ചാമ്പ്യൻ, മിസ്റ്റർ ഇന്ത്യ സിൽവർ മെഡൽ, മിസ്റ്റർ തൃശൂർ ഗോൾഡ് മെഡൽ ടൈറ്റിൽ വിന്നർ, മിസ്റ്റർ സൗത്ത് ഇന്ത്യ 3rd പ്ലേസ്, മിസ്റ്റർ കേരള 3rd പ്ലേസ്, മിസ്റ്റർ തമിഴ്നാട് എന്നിങ്ങനെ വ്യത്യസ്ത ടൈറ്റിലുകൾ കരസ്ഥമാക്കിയാണ് ജെറിൽ ബോഡി ബിൽഡിംഗിൽ മെഡൽ വേട്ട തുടരുന്നത്. 3 വയസ്സുള്ളപ്പോൾ വാഹനാപകടത്തിലേറ്റ പരിക്ക് ഇടതുകാലിന്റെ സ്വാധീനമില്ലാതാക്കി. പ്രതിസന്ധികളോട് പൊരുതി മുന്നോട്ടു പോയ ജെറിൽ ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി എന്നിവയിൽ വൈദഗ്ധ്യം നേടി. മികച്ച ഒരു ഗായകൻ കൂടിയാണ് ഈ യുവാവ്. ബഹ്റൈനിൽ ഒരു റെസ്റ്റോറന്റിലെ സിംഗറായി ജോലി ചെയ്യുകയാണ്. നാട്ടിലും നിരവധി വേദികളിൽ ജെറിൽ ഗാനമേളകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. என் வேர்கள் சாயவில்லை, ஒரு பட்டாம்பூச்சி மோத அது பட்டென்று சாய்ந்ததடி. எந்தன் காதல் சொல்ல உன் இதயம் கையில் வைத்தேன், நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி, ஒவ்வொரு துடிப்பிலும் உன் பேர் சொல்லுதடி. கனவு போக வருக உன் கையால் இதயம் தொடுக,
எந்தன் இதயம் கொண்டு நீ உந்தன் இதயம் தருக ஓ மெல்லினமே மெல்லினமே நெஞ்சில் மெல்லிய காதல் பூக்கும் காதல் ஒன்றே மிக உயர்ந்ததடி அதை வானம் மண்ணாது பார்க்கும். കോവിഡിന് ശേഷം തൊഴിലില്ലാതെ വന്ന സമയത്താണ് ശരീരഭാരം നിയന്ത്രിക്കാൻ ജിംനേഷ്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജെറിലിന് ഒരു ബോഡി ബിൽഡറിന് വേണ്ട ശരീരവും മനക്കരുത്തുമുണ്ടെന്ന ജിം ട്രെയിനറുടെ തിരിച്ചറിവിൽ നിന്നാണ് പിന്നീട് മത്സരവേദികളിലേക്ക് എത്തിയത്. ഒരു വർഷത്തിനകം കഠിന പ്രയത്നത്തിലൂടെ ഒരു മികച്ച ബോഡി ബിൽഡറായി മാറി ജെറിൽ. ഇടതുകാലിന്റെ ബലക്കുറവും വേദനയും ശാരീരിക പ്രതിസന്ധികളും തരണം ചെയ്ത് ഇപ്പോൾ ശരീര സൗന്ദര്യ മത്സരവേദികളിൽ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ പിന്തുണയുമായി സുഹൃത്തുക്കൾ ഒപ്പമുണ്ട്. ബഹ്റൈനിലെ റെസ്റ്റോറന്റ് ഉടമ സൂരജും തൃശൂരിലെ വിനോദ് മ്യൂസിക് ഡ്രോപ്സും നൽകിയ സാമ്പത്തിക പിന്തുണയിലാണ് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും പരിശീലനം തുടരുന്നതും. മാർച്ച് 16 ബഹ്റൈനിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ ജോലി എന്താകുമെന്ന് അറിയില്ല. ആശങ്കകൾക്കിടയിലും നാട്ടിൽ ബോഡി ബിൽഡിങ്ങിലെ പരിശീലനം തുടരുകയാണ് ജെറിൽ. വെല്ലുവിളികളോട് നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞുകൊണ്ട്. നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ ബോഡി ബിൽഡിംഗ് രംഗത്ത് വിജയഗാഥ തീർക്കുകയാണ് ജെറിൽ പി ജോർജ് എന്ന യുവാവ്. ഇടതുകാലിന്റെ രോഗാവസ്ഥ അടക്കമുള്ള തന്റെ ശാരീരിക പരിമിതികളെ കഠിനാധ്വാനത്തിലൂടെ മറികടന്ന് ശാരീരിക പരിമിതികൾ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു തടസ്സമായി കാണാതെ മസിൽ പെരുക്കത്തിലൂടെ മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ ഇന്ത്യ അടക്കമുള്ള വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിച്ച ഈ യുവാവിന്റെ ജീവിതം ശാരീരിക പരിമിതികളെ പഴിച്ചു ജീവിക്കുന്നവർക്ക് ഒരു പ്രചോദനമാവുകയാണ്. ഏതായാലും കൂടുതൽ നേട്ടങ്ങൾ ആവർത്തിക്കാൻ ജെറിൽ പി ജോർജിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. 6 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഓവുങ്ങൽ കൊറേച്ചാൽ ചെമ്പൂച്ചിറ നൂലുവള്ളി റോഡ് നിർമ്മാണത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KR ഔസേബ്, CC ബിജു, റെനി ജിജീഷ്, ബ്ലോക്ക് അംഗം സവിത ജനൻ, പഞ്ചായത്ത് അംഗങ്ങളായ സബിത സതീഷ് കുമാർ, PR ഷാജൻ, VK അതുൽ കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. ടെസി ജോസ് ചെയർമാനായും KR ഔസേബ് കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ചു. മാർച്ച് 10 രാവിലെ 9:30 ചെമ്പൂച്ചിറയിൽ വെച്ച് നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു. മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം കലാഭവൻ മണി അരങ്ങൊഴിഞ്ഞിട്ട് 10 വർഷം. സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവരെ ആനന്ദിപ്പിക്കാനും മനസ്സ് കാണിച്ച അതുല്യ കലാകാരൻ ഇന്നും ജനഹൃദയങ്ങളിൽ മരണമില്ലാതെ തുടരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം കലാഭവൻ മണി അരങ്ങൊഴിഞ്ഞിട്ട് 10 വർഷം. സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവരെ ആനന്ദിപ്പിക്കാനും മനസ്സ് കാണിച്ച അതുല്യ കലാകാരൻ ഇന്നും ജനഹൃദയങ്ങളിൽ മരണമില്ലാതെ തുടരുന്നു. ആടിയും പാടിയും സാധാരണക്കാരനൊപ്പം സംവദിച്ചും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ മണിയുടെ വേർപാട് ഇന്നും മലയാള സിനിമാ രംഗത്തും നാടൻ പാട്ട് രംഗത്തും നികത്താനാകാത്ത നഷ്ടമാണ്. വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ നാടൻ പാട്ടെന്ന കലയെ ഇത്രമേൽ ജനപ്രിയമാക്കിയ മറ്റൊരു മലയാളിയുണ്ടാകില്ല. മണി ആലപിച്ച നാടൻ പാട്ടുകൾ ഇന്നും ആളുകൾ നെഞ്ചിലേറ്റുന്നു. മിമിക്രി വേദികളിൽ നിന്നാണ് മണിയെ സിനിമ സ്വന്തമാക്കുന്നത്. ഹാസ്യതാരമായി അഭിനയം തുടങ്ങി മണി പിന്നീട് വില്ലനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തി. അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള കലാഭവൻ മണിയുടെ അരങ്ങേറ്റം. സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി. കരുമാടിക്കുട്ടൻ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാൽക്കണ്ണാടി എന്നീ ചിത്രങ്ങൾ മണി എന്ന അസാമാന്യ പ്രതിഭയെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളായി മാറി. തെന്നിന്ത്യൻ സിനിമയിലും കലാഭവൻ മണി തന്റേതായ കയ്യൊപ്പ് ചാർത്തി. താരമുഖം കൈവന്നപ്പോഴും തന്റെ നാടായ ചാലക്കുടി നെഞ്ചോട് ചേർത്തിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി. 2016 മാർച്ച് 6 അപ്രതീക്ഷിതമായ ആ മണിനാഥം നിലച്ചു. അഭിനയം, സംഗീതം, സേവനം, സാന്ത്വനം, ഓടിയെത്തി ആവോളം ചേർത്തുപിടിച്ച് പാതിവഴിയിൽ പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയ മണി എന്നും മലയാളിക്ക് ഒരു നൊമ്പരമാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച സയന മനോജിനെ KK രാമചന്ദ്രൻ MLA ആദരിച്ചു. തലൂർ സ്വദേശിനിയായ സയനയുടെ വീട്ടിലെത്തിയാണ് MLA ഉപഹാരം കൈമാറിയത്. കഠിനാധ്വാനത്തിലൂടെ ഉന്നത വിജയം നേടിയ സയന യുവതലമുറയ്ക്ക് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു.
തലൂർ കുഴുപ്പുള്ളിപ്പറമ്പിൽ മനോജ് സന്ധ്യ ദമ്പതികളുടെ മകളായ സയന മനോജാണ് CA പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത്. വിജയിയെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും MLA ആദരിച്ചു. പഠിച്ച് CA പാസ്സാവാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സൈനയുടെ ഈ വിജയത്തിന് പുറകിൽ വലിയൊരു അധ്വാനം സൈനയുടെ ഉണ്ട്. അതോടൊപ്പം തന്നെ മനോജിന്റെയും കുടുംബാംഗങ്ങളുടെയൊക്കെ വലിയ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. സൈന സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സന്തോഷം കുടുംബാംഗങ്ങൾക്കുണ്ടാവും. അവരെല്ലാം ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അവരെ ഇരിക്കുകയാണ്. ഇവിടെ സൈന അങ്ങനെ CA എടുത്തു, നല്ല വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീട്ടിൽ വന്നൊന്ന് അനുമോദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടേക്ക് പ്രത്യേകമായ സമയക്രമീകരണമൊക്കെ നടത്തി ഇവിടേക്ക് ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് എത്തിച്ച CPIM-ന്റെ ഇവിടുത്തെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും പ്രത്യേകമായി ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് പാർട്ടി DCO ആണ്, സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കാറ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മറ്റത്തൂർ പഞ്ചായത്തിലെ 19-ാം വാർഡ് കാവനാട് ഗ്രാമവികസന സമിതിയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മാർച്ച് 8 ഞായറാഴ്ച രാവിലെ 10:30 കാവനാട് ഗ്രാമമന്ദിരത്തിൽ വെച്ചാണ് ചടങ്ങുകൾ. സ്ത്രീ ശാക്തീകരണത്തിലൂടെയുള്ള നാടിന്റെ വികസനം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നാടിന്റെ വികസനത്തിൽ സ്ത്രീകളുടെ പങ്കെന്ന വിഷയത്തിൽ ചർച്ചകൾ നടക്കും. മറ്റത്തൂർ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ വൃന്ദ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം KR ശശികുമാർ അധ്യക്ഷത വഹിക്കും. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക M മഞ്ജുള മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഗ്രേഡ് 2 അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് വർക്കർ, ഡയാലിസിസ് ടെക്നീഷ്യൻ എന്നീ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മാർച്ച് 9 രാവിലെ 11:30 വോക്കിൻ ഇന്റർവ്യൂ നടക്കും. ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൊണ്ടുവരണം. കൂടുതൽ വിവരങ്ങൾക്ക് 048027511232 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാർച്ച് മാസത്തിലെ എല്ലാ അവധി ദിവസങ്ങളിലും പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസിൽ നികുതി അടയ്ക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,860 രൂപ, പവന് 1,18,880 രൂപ. പുതുക്കാട് കാഞ്ഞൂർ എരിപ്പോട് വഴിയിൽ മേനാച്ചേരി ചക്കാലക്കൽ തോമസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റീനയാണ് ഭാര്യ. ജൂലി, ജാക്സൺ എന്നിവർ മക്കളും. അനൂപ് തരകൻ, ഇലക്ട എന്നിവർ മരുമക്കളുമാണ്. വടക്കേത്തുറവ് കല്ലിക്കടവിൽ വിജയൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗീത റാണിയാണ് ഭാര്യ. മകൻ വിനീത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം സഹായ സംഘങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുള്ള പുതുസംരംഭമായ സുശക്തി മിഷൻ ഉദ്ഘാടനം മാർച്ച് 9 നടക്കുമെന്ന് മന്ത്രി R ബിന്ദു. മുള്ളൻ പന്നിയെ കെണിവെച്ച് പിടികൂടി ഇറച്ചിയാക്കിയ സംഭവത്തിൽ മരോട്ടിച്ചാൽ സ്വദേശിയെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പാക്കിയ യോഗ പരിശീലന പദ്ധതി സമാപിച്ചു. ആമ്പല്ലൂർ ദേശീയപാതയോരത്തെ ആക്രിക്കടയിൽ മോഷണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.